യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. കർത്താവേ, ഞങ്ങൾ ഇന്ന് വായിക്കുന്ന ബൈബിൾ വാചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുവാനും പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാനും അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകുവാനും അങ്ങ് അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നു. അവിടുന്ന് കിഴക്ക് ഏദനിലൊരു തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിൻ്റെ പേര് പിഷോൺ. അത് സ്വർണത്തിൻ്റെ നാടായ ഹവില മുഴുവൻ ചുറ്റിയൊഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളുമുണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റിയൊഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്നു. നാലാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അവിടുന്ന് അവനോട് കൽപ്പിച്ചു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്. തിന്നുന്ന ദിവസം നീ മരിക്കും. സർവശക്തനായ ദൈവമേ, ഈ വചനഭാഗങ്ങൾ ഞാൻ വായിക്കുമ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും എനിക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും മക്കളെ കാണാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മമാരെ സമർപ്പിക്കുന്നു. കാരണം ഇപ്പോഴുള്ള ഈ ഒരു ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കാലത്ത് കൂടുതലും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന സ്ത്രീകളാണ്. മക്കളെയും വീട്ടിലുള്ള മാതാപിതാക്കളെയും ഒക്കെ വിട്ട് അവർ ജോലിക്ക് വേണ്ടി പല രാജ്യങ്ങളിലും പോവുകയാണ്. കർത്താവേ, അവരെ എല്ലാവരെയും ഒരു ഫാമിലിയായി യുണൈറ്റ് ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി പ്രാപ്തരാക്കണമേ. ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടി ഫാമിലിയായിട്ട് താമസിക്കാൻ കഴിയാതെ വന്ന് ബുദ്ധിമുട്ടുന്ന ഓരോ സ്ത്രീകൾ എന്നെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. അവരുടെ വേദനകൾ, മക്കളെ കാണാതെയുള്ള വിഷമങ്ങൾ, ഫാമിലി ആയിട്ട് ജീവിക്കാൻ പറ്റാതെയുള്ള അവസ്ഥകൾ, അവർ ജീവിക്കുന്ന നാടിൻ്റെ നിയമങ്ങൾ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. സർവശക്തനായ ദൈവമേ, ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അതുപോലെ കേരളത്തിലിപ്പോൾ നടന്ന വയനാട്ടിലെ ആ പ്രളയത്തിലും ഉരുൾപൊട്ടലും നടന്നിരുന്ന ആ സ്ഥലത്തെ ഓരോരുത്തരെയും ദൈവമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. അവരുടെ ഓരോ മനസ്സിലെ വേദനകളും അങ്ങ് ഏറ്റെടുക്കണമേ. സർവശക്തനായ ദൈവമേ, മരിച്ചുപോയ ഓരോരുത്തരെയും അങ്ങ് സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ.